സ്വലാത്തുകളുടെ കൂട്ടത്തിൽ അത്ഭുത സ്വലാത്ത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും തീരണമെന്നും നീങ്ങണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ റബീഉൽ അവ്വൽ മാസത്തിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളും നീങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അത്ഭുത സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മിന്നൽ വേഗതയിൽ നടന്നു കിട്ടുന്ന അത്ഭുത സ്വലാത്ത്. അതുമാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ഈ റബീഉൽ അവ്വൽ തിരലോടുകൂടെ, ഈ സ്വലാത്ത് ചൊല്ലലോടുകൂടെ നിങ്ങൾക്ക് ഹബീബായ തങ്ങളെ പൂമേനിയൊന്ന് സ്വപ്നത്തിൽ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ ഒരു സ്വലാത്ത്, അത്ഭുത കലവറ തുറക്കുന്ന, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഈ സ്വലാത്തിന് നിങ്ങൾ ചൊല്ലിയാൽ ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് കൈവരിക്കാം. അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. നിങ്ങളോട് ആരാണോ പിണങ്ങി നിൽക്കുന്നത് അവരുടെ ഇണക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരുടെ സ്നേഹമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സ്നേഹം കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ, വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ചൊല്ലി, ഈ എണ്ണത്തിൽ ചൊല്ലി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്നേഹം ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാണ്. പിന്നെ ഒരിക്കലും നിങ്ങൾ വേർപിരിയില്ല, ആ സ്നേഹം ഒരിക്കലും നിങ്ങൾ ഒഴിവാവൂല എന്ന് മഹത്തുക്കൾ പറയുന്ന അത്ഭുതകരമായിട്ടുള്ള ഇസ്മ നമുക്ക് പഠിക്കാം. എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് പരിപൂർണമായിട്ട് ഈ മജ്‌ലിസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദീയ മജ്‌ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹസനാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. പരിപൂർണ നിലക്ക് അല്ലാഹുവേ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്ത്, അത്ഭുത കലവറയായിട്ടുള്ളൊരു സ്വലാത്തും, അതുമാത്രമല്ല ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മും. നമ്മളെ കാര്യങ്ങൾ, നമ്മളെ ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ, അത് മിന്നൽ വേഗതയിൽ നടന്നു കിട്ടാൻ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ, ഈ ഒരു പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളെ ആവശ്യങ്ങൾ നിറവേറും, നിങ്ങളെ ആഗ്രഹങ്ങൾ പൂവണിയും. എത്ര ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്, എത്ര എണ്ണത്തിലാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ പറയുന്നുണ്ട്. മജ്‌ലിസ് പരിപൂർണമായി കണ്ടു കഴിഞ്ഞാൽ എത്ര എണ്ണത്തിലാണ് ചൊല്ലേണ്ടത്, എത്ര ദിവസമാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്, ഈ സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് അത് പരിപൂർണമായിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മ, അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ധാരാളം സഹോദരിമാർ ഞാൻ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് പരാതിയുമായിട്ട്, പരിഭവമായിട്ട്, സങ്കടവുമായിട്ട് എന്നെ സമീപിക്കുന്നത് ഈ ഒരു വിഷയമാണ്. തങ്ങളെ ഭർത്താവിന് എന്നോടൊരു സ്നേഹവുമില്ല, ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, എൻ്റെ അമ്മായിമ്മക്ക് എന്നോടൊരു സ്നേഹമില്ല, നാത്തൂൻ എന്നോട് സ്നേഹമില്ല, ഇളച്ചിക്ക് എന്നോട് സ്നേഹമില്ല, മൂത്തച്ചിക്ക് എന്നോട് സ്നേഹമില്ല, കുടുംബക്കാർക്ക് എന്നോട് സ്നേഹമില്ല, അയൽവാസികൾക്ക് എന്നോട് സ്നേഹമില്ല, നാട്ടുകാർക്ക് എന്നോട് സ്നേഹമില്ല പറയുന്ന സഹോദരിമാരുണ്ട്. സഹോദരന്മാർ പറയുന്നുണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, മക്കൾക്ക് എന്നോട് സ്നേഹമില്ല. ഞാനൊരു പ്രവാസ ജീവിതം ഒഴിവാക്കി ഇപ്പോൾ വീട്ടിലാണ്. ഇപ്പം എന്നെ ആർക്കും വേണ്ട,
ഒരു കറിവേപ്പില പോലെ എന്നെ ഒഴിവാക്കി, തങ്ങളെ ഒഴിവാക്കി. എൻ്റെ ഉള്ള കാലത്ത്, എൻ്റെ പ്രതാപകാലത്ത് എന്നെ എല്ലാവർക്കും വേണ്ടിയിരുന്നു. ഇപ്പം എന്നെ ആർക്കും വേണ്ട. ഞാനിപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റ് ആയിട്ട് വീട്ടിൽ ഒതുങ്ങി നിൽക്കുക. കാരണം എന്താ? സമ്പാദില്ല, എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്ന സഹോദരന്മാരുണ്ട്. സഹോദരന്മാരുടെ മുത്തുമിനീങ്ങളെ, അവർക്കൊക്കെ ചെല്ലാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുത കലവറ നിറഞ്ഞ അത്ഭുത നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൊഴിയാൻ പറ്റിയ അത്ഭുത ഇസ്മിനെ പറ്റി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാണ്, നിങ്ങളെ പ്രയാസങ്ങൾ മാറും, നിങ്ങളെ ഇടങ്ങേറുകൾ മാറും, ദുരിതങ്ങൾ മാറും, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും. സ്വലാത്ത് ചൊല്ലിയിട്ട് കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ മജ്ലിസിൽ, അതിന് മുമ്പത്തെ മജ്ലിസിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളെ നടക്കാത്ത കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. അത് ഏത് സ്വലാത്താണെങ്കിലും, ഈ ഒരു സ്വലാത്താണെങ്കിലും മറ്റുള്ള സ്വലാത്താണെങ്കിലും, എന്ത് സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയും. അതല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്നാണ് സൂറത്തുൽ അഹ്സാബിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു തആല ഉണർത്തുന്നത് എന്താണ്? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആയത്താണ്. ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു പറയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയാണ്, ഞാനും എൻ്റെ മലായികത്തീങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും ചൊല്ലുവീൻ, നിങ്ങളും ചൊല്ലണേ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തിയതാണ്. അല്ലാഹുവിൻ്റെ മലായികത്തീങ്ങളും ചൊല്ലുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും ഒഴിവാക്കല്ലേ. ജീവിതത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും ബലാഅകളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്ന കറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ നിങ്ങൾക്ക്? അത് തീരണമെങ്കിൽ ഈ ഒരു സ്വലാത്തിന് ഇൻഷാ അല്ലാഹ് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ എണ്ണത്തിൽ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാവൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, നീട്ടി വലിച്ചു പറയുന്നില്ല. സ്വലാത്തിനെ പരിചയപ്പെടുത്തിയതാണ്, ആ ഇസ്മിനെ പരിചയപ്പെടുത്തിയതാണ്. ഏതാണ് ആ ഇസ്മ്? അത്ഭുതകരമായിട്ടുള്ള ഇസ്മ്. ആരും നിങ്ങളിലേക്ക് അടുത്ത് കിട്ടും. നിങ്ങളോട് ഹലാലായിട്ട് ദുരുപയോഗപ്പെടുത്തരുത്. ആരും ദുരുപയോഗപ്പെടുത്തരുത്. ഹലാലായിട്ടുള്ള സ്നേഹം ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് നേടിയെടുക്കണോ? ഇൻഷാ അല്ലാഹ് ഇസ്മു ചൊല്ല്. ഇതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്, ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി നേരിട്ട് കൺസൾട്ടിങ്ങുള്ള ഡേറ്റ്, ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മജ്ലിസിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലുതായി പ്രയാസത്തിലും വലുതായി ബുദ്ധിമുട്ടിലുമാണ്. പൈശാചികമായിട്ട് ശൈത്വാനിയത്തിൻ്റെ ഉപദ്രവത്തിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്ന് നമ്മൾ സമീപിക്കാറുണ്ട്. അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ചോദിച്ച് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നേരിട്ട് വന്നുകൊണ്ട് കൺസൾട്ടിങ്ങിന് വന്നുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ തേടുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി നേരിട്ട് കാണാനുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സകലമാന പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബലാഅകളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർത്ത് ജീവിതത്തിൽ
ജീവിതത്തിൽ വലിയ ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ വലിയ ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഖൈറിൻ്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നിട്ട് നൽകട്ടെ. ഷർറിൻ്റെ കവാടങ്ങൾ അല്ലാഹു കൊട്ടിയടക്കട്ടെ. അല്ലാഹു നമ്മെ തൊട്ട് അല്ലാഹു ഷർറിൻ്റെ കവാടങ്ങൾ അല്ലാഹു കൊട്ടിയടക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത്? സ്വലാത്ത് നൂറുൽ അൻവാർ. എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ്, ചിലവർക്ക് ഇത് ആദ്യമായിട്ടാകാം. ഏതാണ് സ്വലാത്ത് നൂറുൽ അൻവാർ? പ്രകാശത്തിൻ്റെ സ്വലാത്താണ്, വെളിച്ചത്തിൻ്റെ സ്വലാത്താണ്. ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ ഇരുട്ടുകൾ മാറി വെളിച്ചമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ ഉണർത്തുകയാണ്. ഷാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനും വലിയ സൂഫി വര്യനുമായിരുന്ന മക്കയിലെ മുഫ്തിയുമായിരുന്ന അശ്ശൈഖ് അഹ്മദ് ദഹ്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുകൾ രേഖപ്പെടുത്തുന്നതായി കാണാം. അവിടുന്ന് ചൊല്ലിയൊരു സ്വലാത്താണ്, അവിടുന്ന് നമ്മളെ പരിചയപ്പെടുത്തിയൊരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത്. സ്വലാത്ത് നൂറുൽ അൻവാർ, പ്രകാശത്തിൻ്റെ പ്രകാശമായിട്ടുള്ള സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ഖൽബിലുള്ള ഇരുട്ടുകൾ മാറും, ജീവിതത്തിൽ വലിയ വെളിച്ചമേകാൻ, ജീവിത പ്രതിസന്ധികൾ മാറാൻ, ബുദ്ധിമുട്ടുകളിൽ നിന്നും എടങ്ങേറിൽ നിന്നും ബലാകളിൽ നിന്നും വലിയ കാവലുണ്ടാവാൻ ഈ സ്വലാത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളമായിട്ട് ചൊല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ സ്വലാത്തിന് ഇവിടെ ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ചൊല്ലി ഒരു തബറുക്കിന് വേണ്ടി കുറച്ച് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ആ ചൊല്ലുന്ന സമയത്ത് എഴുതി വെച്ചോ, ഒരു നോട്ട് ബുക്കിലോ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് ചൊല്ലാം. അല്ലെങ്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു സ്വലാത്തിന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈ സ്വലാത്ത് ആരെങ്കിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ ദിവസം 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ പ്രയാസങ്ങൾ മാറുമെന്ന് മഹാനായ അശ്ശൈഖ് ദഹ്ലാനി റഹ്മത്തുള്ളാഹി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവന്റെ പ്രയാസം മാറും. അതുമാത്രമാണോ? ബുദ്ധിമുട്ടുകൾ നീങ്ങും. അതുമാത്രമാണോ? എല്ലാം. അവന്റെ ആഗ്രഹങ്ങൾ മിന്നൽ വേഗതയിൽ നടക്കും. ഏത് ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഈ സ്വലാത്ത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്തിന്റെ റൗളാ ശരീഫിലേക്ക്, നമ്മുടെ കരളിന്റെ കഷ്ണമായ, നമ്മുടെ ജീവന്റെ തുടിപ്പായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ല് സ്വലാത്ത് അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശറഫാക്കപ്പെട്ട റൗളാ ശരീഫിലേക്ക് ആരെങ്കിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന്റെ നീങ്ങാത്ത പ്രയാസങ്ങൾ, അവന്റെ മാറാത്ത പ്രതിസന്ധികൾ, അവന്റെ എടങ്ങേറുകൾ ഇവിടെല്ലാം പോയി. എന്തെല്ലാം ചെയ്തു, എടങ്ങേറ് നീങ്ങുന്നില്ലേ? പ്രയാസങ്ങൾ നീങ്ങുന്നില്ലേ? നീങ്ങുമെന്ന് മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്ത് കൊണ്ട് നീങ്ങും. അതുമാത്രമല്ല നിന്റെ നടക്കാത്ത ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ നടന്നു കിട്ടണോ? ഈ സ്വലാത്ത് ചൊല്ലിക്കോ. ഈ സ്വലാത്തിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ നിന്റെ നടക്കാത്ത ഏത് ആഗ്രഹങ്ങളും നടന്നു കിട്ടും. നൂറുൽ അൻവാർ, സ്വലാത്ത് നൂറുൽ അൻവാർ എന്ന സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ? എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായി ചൊല്ലി. ഞാൻ ചൊല്ലിത്തരാം. ഈ സ്ക്രീനിൽ കൊടുക്കാം. അത് കണ്ട് എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على النور الأنوار والسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحاب الأخيار عدد نعم الله وإفضاله. اللهم صل على النور الأنوار والسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحاب الأخيار عدد نعم الله وإفضاله. اللهم صل على النور الأنوار والسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار
المختار وآله الأطهار وأصحاب الأخيار عدد نعم الله وإفضاله اللهم صل على النور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. ഈ അത്ഭുത സ്വലാത്ത് 100 പ്രാവശ്യം ചൊല്ലിയാൽ ഇങ്ങനെയുള്ള ഞാൻ മുന്നേ പറഞ്ഞ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാം. അതുമാത്രമല്ല മുഅ്മിനീങ്ങളെ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഒരു അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹിനെ അതിരട്ടി ഇഷ്ടം വെക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആഗ്രഹം എന്താണ്? മരിക്കുന്നതിന് മുമ്പ് മനാമില് മുത്തുനബിയെ കാണാൻ കൊതിക്കുന്നവരാണ് ഞാൻ. അല്ലേ? ആണോ അല്ലേ? ആണ്. മുത്തുനബിയെ മനാമിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാൻ, ആ പൂമേനി കാണാൻ, ആ പൂമേനി ഒന്ന് ദർശിക്കാൻ മഹത്തുക്കൾ കണ്ടതാണ്. ധാരാളം സഹോദരിമാര് കണ്ടതാണ്. കണ്ടതല്ലേ? നമുക്കൊന്ന് കാണണ്ടേ, ദർശിക്കണം മുഅ്മിനീങ്ങളെ. അത് ദർശിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകുന്ന സ്വലാത്താണ് സ്വലാത്തു നൂറുൽ അൻവാർ. അത്ഭുതമാണ് മുഅ്മിനീങ്ങളെ, അത്ഭുതമാണ്. ചൊല്ലി നോക്ക്, ഇത് അത്ഭുതം തന്നെയാണ്, ഒരിക്കലും സംശയമില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ ചൊല്ലുന്നതാണ്. അവരെ ദുആകളിൽ ഉൾപ്പെടുത്തുന്ന അത്ഭുത സ്വലാത്തും കൂടിയാണ് ഈ ഒരു സ്വലാത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസവും 100 പ്രാവശ്യം ചൊല്ലാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തിന്റെ ആ പൂമേനി ഒന്ന് മനാമിൽ ദർശിക്കാൻ അല്ലാഹു ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം കൈവരിക്കാൻ, ഇവിടുത്തെ മഹബ്ബത്ത് കൈവരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മ? നിന്നെ ആരാണോ സ്നേഹിക്കേണ്ടത്, അകമഴിഞ്ഞ് ആര് സ്നേഹിക്കണോ ഹലാലായ രൂപത്തിൽ മാത്രം ട്ടോ, ആരും ദുരുപയോഗപ്പെടുത്തരുത്. ഹലാലായ രൂപത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കണം. സ്നേഹിക്കണം. ഖദീജക്ക് അബൂബക്കർ എന്നൊരു ഭർത്താവ് സ്നേഹിക്കണമെങ്കിൽ ഈ ഇസ്മ ചൊല്ലി അബൂബക്കറിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്താൽ നടക്കുമെന്ന് മഹത്തുക്കൾ പറയാണ്. അത്ഭുതകരമാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. അല്ലേ? ധാരാളമായി ചൊല്ലുന്നവരുണ്ട്, അത് പതിവാക്കുന്നവരുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാളുകൾ വീട്ടിയവരുണ്ട്, ചൊല്ലുന്നവരുണ്ട്, പതിവാക്കുന്നവരുണ്ട്. അതിൽ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ യാ ജാമിഉ യാ അല്ലാഹ്. ജാമിഉ എന്ന് പറയുന്നതാണ് കൂട്ടിച്ചേർക്കൽ, കൂട്ടിച്ചേർക്കൽ, ഒരുമിപ്പിക്കൽ. യാ ജാമിഉ യാ അല്ലാഹ്, എല്ലാത്തിനും വരുന്ന അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അസ്മാഉൽ ഹുസ്നയിലുണ്ട് മുഅ്മിനീങ്ങളെ, എല്ലാത്തിനും വരുന്നു. അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ളാഹു എന്തെല്ലാം പ്രയാസങ്ങൾ തന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പിണക്കങ്ങൾ, എടങ്ങേറുകൾ, മുസീബത്തുകൾ, ബലാഅകൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ, എന്തെല്ലാം മുസീബത്തുകൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ടോ അതിനുള്ള എല്ലാ പരിഹാരങ്ങളും അസ്മാഉൽ ഹുസ്നയിലുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ യാ ജാമിഉ യാ അല്ലാഹ് 584 എത്രയാണ് കേട്ടോ? എത്ര വട്ടമാണ്? 584 പ്രാവശ്യം. 584 പ്രാവശ്യം സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഒരാൾ ചൊല്ലി. ആ ഒരു ഇരുത്തത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി, സുബ്ഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി, ഉദയത്തിന് മുമ്പായിട്ട് ആരെങ്കിലും
584 പ്രാവശ്യം യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, ആ ഒരാളെ മനസ്സിൽ ഇങ്ങനെ കാണണം കേട്ടോ. യാ ജാമിഉ യാ അല്ലാഹ് എന്ന് ചൊല്ലുന്ന സമയത്ത് ആ ഒരാളുടെ മുഖം, അത് ഭർത്താവാം, മക്കളാവാം, അല്ലെങ്കിൽ ഭാര്യയാവാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാവാം, അതായത് നമ്മുടെ ബിസിനസ് പാർട്ട്ണറാവാം. ആ പാർട്ട്ണർ അല്ല കേട്ടോ, നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ട്ണറല്ല. ഒരു പാർട്ട്ണറാവാം, എന്തുമാകട്ടെ, ആരുമാകട്ടെ, അല്ലെ നമ്മളെ ബോസാവാം, അല്ല ഓഫീസർമാരാവാം, മുതിർന്ന ഓഫീസർമാർ, അവർക്ക് നമ്മുടെ നല്ല സ്നേഹം ഉണ്ടാവണം. അല്ലെങ്കിൽ മുതലാളിക്ക് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാവണം. അല്ലെങ്കിൽ കഫീലിന് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാവണം. ഭർത്താവിൻ്റെ കഫീലിന് ഭർത്താവിനോട് നല്ല സ്നേഹം ഉണ്ടാവണം. എപ്പോഴും പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ, ജോലി വരെ പോകാനുള്ള സാധ്യത ഉണ്ട് തങ്ങളെ. അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. കഫീൽ നല്ല സ്നേഹം ഉണ്ടാവും, കഫീൽ അടുത്ത് കിട്ടാൻ, അല്ലേ? അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഓഫീസർമാർ, മുതലാളിമാർ അടുത്ത് കിട്ടാൻ. അയൽവാസികൾ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളും കലഹങ്ങളുമാണ്. അവിടുന്ന് അങ്ങോട്ട് കച്ചറിട്ടിട്ടോ, അവിടുന്ന് ഇങ്ങോട്ട് വേസ്റ്റ് ഇട്ടിട്ടോ, എപ്പോഴും അടി, എപ്പോഴും തർക്കങ്ങൾ. അവൾക്ക് എന്നോട് സ്നേഹം ഉണ്ടാവാൻ, ഞങ്ങൾ പഴയതുപോലെ ഐക്യത്തിൽ റാഹത്തായ രീതിയിൽ ജീവിച്ചു പോകാൻ. ആരോ എന്തോ ഫിത്തനുണ്ടായിട്ട് അവൻ എന്നോട് മുന്നേറില്ല. ഞങ്ങൾ പരിപാടികളിൽ നിന്ന് കണ്ടാൽ പോലും തല താഴ്ത്തി പോവലാണ് സഹോദരങ്ങൾ. ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ആരുടെ സ്നേഹമാണ് കിട്ടേണ്ടത് നിങ്ങൾക്കറിയാലോ. ആ സ്നേഹം കിട്ടാൻ വേണ്ടി 584 പ്രാവശ്യം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉദയത്തിന് മുമ്പെയായിട്ട് ആരെങ്കിലും ചൊല്ലി അവന്റെ പേര് പറയാം, അബൂബക്കർ എന്നൊരു സഹോദരൻ, അല്ലെങ്കിൽ ഖദീജ എന്നൊരു സഹോദരി, ഉദാഹരണം പറയട്ടെ, അല്ലെങ്കിൽ ഇന്നാലൊരു ഫുലാൻ, ഒരു വ്യക്തി, അവരുടെ സ്നേഹം അല്ലാഹ് എനിക്ക് നൽകണേ അല്ലാഹ്. ഈ ഇസ്മിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെന്നോട് നല്ല സ്നേഹത്തിലും നല്ല റാഹത്തിലും നല്ല പെരുമാറ്റത്തിലും അല്ലാഹുവേ നീ ആക്കി തരണേ അല്ലാഹ്, നീ ആക്കി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്താൽ തട്ടിമാറ്റൂലട്ടോ, അത് നടക്കും. ഇത് മുജറബാണ്, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഇസ്മിനെയും ഈ ഒരു സ്വലാത്ത് നൂറുൽ അൻവാർ, പ്രകാശത്തിന്റെ പ്രകാശമായിട്ടുള്ള സ്വലാത്ത്, വെളിച്ചത്തിന്റെ വെളിച്ചമായിട്ടുള്ള സ്വലാത്ത് ചൊല്ലൂലങ്ങൾ. ഈ റബീഉൽ അവ്വൽ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് എന്തെന്ന് വെച്ചാൽ ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്കും ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഓരോരോ സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തും. എല്ലാ സ്വലാത്തുകളും നിങ്ങൾ ചൊല്ലണം. എത്ര സമയമുണ്ട് നമുക്ക്? നിങ്ങൾക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചൊല്ലിക്കൂടെ? ചൊല്ലാലോ. ഏത് സമയത്തും നിങ്ങൾക്ക് വിജയം ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചോ, വിജയം ഉണ്ടാവും. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 മജ്ലിസ്, സയ്യിദിയ മജ്ലിസ്, ധാരാളം ആളുകളാണ് മജ്ലിസിൽ പങ്കെടുക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.